ഹലോ. ശ്രീജിത്ത് അല്ലേ? അതെ. ഞാൻ രേഷ്മയാ. ആ, എന്താ? മനസ്സിലായോ? ഓ ഓ പറഞ്ഞോ. എൻ്റെ കല്യാണം പറയാൻ വേണ്ടി വിളിച്ചതാ. അറിഞ്ഞായിരുന്നു. എങ്ങനെ? പ്രീ വെഡിങ് ഷൂട്ടേ വൈറലായിരുന്നില്ലേ? മുമ്പ് എനിക്ക് അയച്ചു തന്നിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ നാട്ടുകാരെ ഉണ്ട്. എന്നാ നീ അത് കൈവച്ചോണ്ടിരുന്നോ? അല്ല പിന്നെ. ഹലോ ഹലോ, നീ എന്നൊന്നും മിണ്ടാത്തേ? അതെ, നിന്റെ കല്യാണം ഞാൻ എന്ത് പറയാനാ? അടുത്ത മാസം 21-ന് കല്യാണം. നീ റിസപ്ഷന് വരുന്നുണ്ടെങ്കിൽ മുന്നേ പറയണം. ഇത് എക്സ്ക്ലൂസീവാണ്. അപ്പൊ സബ്സ്ക്രിപ്ഷൻ വേണമായിരിക്കും നിനക്ക്. ഇത് നമ്പർ ഓഫ് സീറ്റ്സ് വെച്ചിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. ഓ, RDR വെച്ചിട്ടാണ് കല്യാണം. റിസപ്ഷൻ ട്രിവാൻഡ്രം ഹാളിൽ. നീ വരുമല്ലോ അല്ലേ? ഓ, കൂടെ വല്ല പെണ്ണു വല്ലം കാണുമോ? നീ +1 എന്ന് കൊട്ടിക്കോട്ടെ. അല്ലടി, ഞാൻ -1 വെച്ചിട്ട് പോയ നീ. കോപ്പ്. അതെ, ഇതൊന്നും ഇവിടെ പറ്റത്തില്ല. ഇവിടെ പെണ്ണില്ലാത്ത എൻ്റെ മുമ്പിൽ നീയൊക്കെ തമ്മിൽ പ്രേമിക്കുന്നതിൻ്റെ ക്രൂരതയാണ്. അതിനിടെ കൂടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ, ഇതൊക്കെ എന്തോ ഓറല്ലേ? അല്ല, ഇതാരാ മൂന്നാമതൊരുത്തൻ? അങ്ങനൊന്നുമില്ല ഹിന്ദു, ഇതൊന്നും നമ്മുടെ സംസ്കാരത്തിൽ ചേർന്നതല്ല. എടപ്പോ ഓർക്കിയത് ഡിന്നറല്ല. അയ്യയ്യേ, ഇതാ. അയ്യേന്നാ, ആത്മാക്കളോട് കുറച്ചൊക്കെ ബഹുമാനം വേണം മിസ്റ്റർ. എന്റെ പൊന്നെന്തു, ഈ ആത്മാക്കളൊക്കെ വെറും അന്ധവിശ്വാസമല്ലേ? ഇതിലൊന്നൊരു ശാസ്ത്രീയമായ അടുത്തറിയില്ല. അങ്ങനെയൊന്നുമല്ല, അതൊക്കെ എൻ്റെ അപ്പാപ്പൻ. പുള്ളിയുടെ ആദ്യത്തെ ഭാര്യയുടെ ആത്മാവിനെ കണ്ട് പേടിച്ച് വിറച്ചാണ് മരിച്ചത്. അത് എൻ്റെ അമ്മമ്മ എല്ലാം കലയിൽ കൊടുത്തിട്ട് കഥ ഇറക്കിയതായിരിക്കും ഇവിടെ. നിനക്ക് വിശ്വാസമില്ലെങ്കിൽ നീ ഒന്ന് പോയേ. ഞാൻ പോണു, എനിക്ക് വിശ്വാസമൊന്നുമില്ല. പിന്നെ അതുമായില്ലേ. എന്നാലും എനിക്ക് മാത്രം ആമേ. വീട്ടിലെത്തിയോ? എത്തി. എന്തുണ്ട് വിശേഷം? പ്രത്യേകിച്ചൊന്നുമില്ലമ്മ. പത്മ വന്നിരുന്നു ഒന്ന്. കുട്ടപ്പൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. അവന്റെ കല്യാണമായി. ആ, സ്റ്റോറി കണ്ടായിരുന്നു. പെണ്ണിന്റെ വീട്ടില് വളയിടലിന് പോവാൻ വിളിക്കാൻ വന്നതാ. നിനക്ക് ഓർമ്മയുണ്ടോ? നീ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ നീ പോകുന്ന സ്കൂളിലെ ചേരൂന്നും പറഞ്ഞ് അവൻ വീട്ടിൽ കിടന്ന് ബഹളം വെച്ചത്. അമ്മേ, ഞാൻ വിളിക്കാം. എടാ, നിനക്ക് വല്ലതും അറിയണമെങ്കിൽ ചോദിച്ചോ. എനിക്ക് ദൃശ്യം 3 ഹിറ്റ് ഓൺ ചോദിച്ചോക്ക്. ഭാവി പ്രവചിക്കാനൊന്നും പറ്റൂല. നിനക്ക് എന്തെങ്കിലും കാര്യം അറിയണമെങ്കിൽ ചോദിക്ക്. എനിക്കിപ്പം എന്താ ചോദിക്കണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ കുഞ്ഞമ്മയുടെ പേരെന്താ ചോദിക്കും. ഇവൻ ഏതടാ? എൻ്റെ കുഞ്ഞമ്മയുടെ പേര് എനിക്കറിഞ്ഞു.
ഇത് പ്രേതം പറഞ്ഞിട്ടോ? എടാ ആത്മാവെന്ന് പ്രേതോന്ന് പറയല്ലേ? ഓ ദിവ്യ എന്ന പേര് പറഞ്ഞേ. ഓ അപ്പൊ പെണ്ണാണ്. എന്നാ പിന്നെ വെർജിനാണെന്നൊക്കെ ചോദിച്ചോളെ. നീ ഒന്ന് എണീറ്റ് പോകാവോ? എന്നാ ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഉം. ശ്രീജിത്തിന് ടിൻഡറിൽ ആരെങ്കിലും സെറ്റായ? കൈവെക്ക് കൈവെക്ക്. ദാ വെക്ക്. ആ ഞാൻ വയ്ക്കാം. വെച്ചു. അയ്യടാ. അപമാനമാണല്ലോ. ഞാൻ കളിക്കണമെന്നില്ല. പോയെ. അപ്പൊ സത്യാണ്. ഇപ്പൊ നിനക്ക് വിശ്വാസമായില്ലേ? അത് പിന്നെ ഇതൊക്കെ കളിച്ചിട്ട് വേണോ? നിങ്ങൾക്കൊക്കെ അറിയുന്നുള്ള കാര്യമല്ലേ ഞാനൊക്കെ വരച്ചു തരാണെന്ന്. എന്നാ വേറെ കാര്യം ചോദിക്കാം. ഓ ഇവൻ ആർക്കെങ്കിലും ഇഷ്ടമാണോ? കോളടിച്ചല്ല. അതാരാ? ആ ഫ്ലോ അങ്ങ് പോയി. സർ ഓർഡർ. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ. അല്ല ഇതൊന്നും വിശ്വാസമില്ലാത്ത ആളാന്ന് പറഞ്ഞിട്ട്. ഓ ഇതൊരു സയൻസ് ആണല്ലോ. സയൻസിൽ എന്താ പറയാ? എന്നാലും ഈ തുടങ്ങുന്ന പേര് അതാരായിരിക്കും? ഞാനും അതാണ് ആലോചിക്കുന്നത്. ഈ പെമ്പിളർക്കൊക്കെ ആയി തുടങ്ങുന്ന പേരൊക്കെ ഇടും. ഇനി ഐരാവതം എങ്ങാനും. ഐശ്വര്യ. ആ മണ്ടന്മാരാണ്. അത് അല്ലേടാ. ഐ തുടങ്ങണതേ മലയാളത്തിൽ ഈ എന്ന അക്ഷരത്തിൽ വരുന്ന പേരുകളാ. അതിപ്പോ എന്റെ പേര് എന്തുന്നല്ലേ? അത് അയ്യല്ലേ? കറക്റ്റ്. എന്ത് വേണ്ടിട്ട് നമുക്ക് റൂമിൽ പോയിട്ട് ഫുഡ് കഴിക്കാം. ഒന്ന് ചുമ്മായിരുന്നു ആൽവി. എടാ നിനക്ക് ഐ വെച്ചിട്ടുള്ള എത്ര പേരെ അറിയാം? ഒരു കാര്യം ചെയ്, നിന്റെ ഫോളോവേഴ്സ് ലിസ്റ്റ് എടുത്തൊന്ന് നോക്കി. ഐഡിയ. എൻ്റെ ഫോൺ എവിടെയാ? ആ ഇഷാനി. അയ്യടാ മോനെ, എടാ നിന്നെ ഫോളോ ചെയ്യണവർ നോക്ക്, നീ ഫോളോ ചെയ്യണവരല്ല. ഓ അല്ലെങ്കിൽ അവൾക്ക് കുട്ടികളൊന്നും വേണ്ടെന്നാണ്. അത് മാത്രമല്ല അവളുടെ വൈബും ഇവന്റെ വൈബും ശരിയാവൂല. ഓ അതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പൊ അവൾ കൃഷ്ണകുമാരങ്ങൾ വീട്ടിൽ വന്ന് ആലോചന നടത്തി. ഒന്ന് പോടാ അവിടുന്ന്. നീ പാടാ. പിന്നെ ഒന്ന് പോയാടാ, നീ നോക്കിക്കേ. ആ ഇഷിത. അല്ല അത് വഴി. ഐഡാ പ്ലീസ് എന്നെ ഇങ്ങനെ ശല്യം ചെയ്യരുത്. അവളെ ഞാനൊരു പെങ്ങളായിട്ട് കണ്ടുപോയി. സോറി. അല്ല നിന്നെ അറിയണ എല്ലാവരും നിന്നെ ഫോളോ ചെയ്യണമെന്നില്ലല്ലോ. അതില്ല. എടാ നിന്റെ ഓഫീസിലുള്ള ഒരു കുട്ടിയില്ലേ? അതാരോ? ആ കമ്മ്യൂണിക്കേഷൻ ടീമിലുള്ളത് എന്തായിരുന്നു? ആ ഐറീന. ഞാൻ ഒന്ന് പോടാ. ആ കൊച്ചിനെ നേരെ അറിയത്തൂടിയില്ല. പിന്നെ പ്രേമം. എന്നിട്ടിന്ന് ഉച്ചയ്ക്ക് അവളായിട്ട് അവിടെ ഇരുന്ന് മീൻ പൊരിച്ച് കഴിക്കണ്ടായിരുന്നല്ലോ. ഓ പിന്നെ മീൻ പൊരിച്ചല്ലേ പ്രേമം ഇരിക്കുന്നത്. പിന്നെ ഏതാവൻ? ആണുങ്ങളുടെ ഹൃദയത്തിൽ കയറാനേ വയറ്റിലെത്തണം എന്നാ പറയാറ്. നിനക്കൊക്കെ പ്രാന്ത ചുമ്മാ ഓരോന്ന്. ഹലോ ഹലോ ശ്രീജിത്ത് അല്ലേ? അതെല്ലോ. ഞാൻ ആരീന, ഓഫീസില്. മനസ്സിലായോ? അതെ ശ്രീതാണ്.
ആ ബെസ്റ്റ്. ആരടാ? എടാ ഐറീനടാ. എന്നാ സംസാരിക്കണ ഫോൺ ഓഫായി. ഏയ് എന്നാ കൂടെ കുത്തിടത്. എന്തത്? ഓ, അല്ലെങ്കിൽ ആലിക്കാ പഴക്കുമ്പോ കാക്കിക്ക് വായ പൊണ്ണ്. ശ്രീതേ, നമുക്കൊരു ഹോർഡിംഗ് ഡിസൈൻ ഐഡിയ വേണം. ഒരു ഫോറിൻ എഡ്യൂക്കേഷൻ ഫെസിലിറ്റേറ്റിംഗ് ഏജൻസിയാണ്. അപ്പോൾ നല്ലൊരു ക്യാപ്ഷൻ വേണം, ബ്രാൻഡ് അംബാസഡറിൻ്റെ പേര്, ഏജൻസി അഡ്രസ്, അങ്ങനെ നല്ലൊരു ഡിസൈൻ കേട്ടോ. ഓക്കെ. പിന്നെ നമ്മൾ മറ്റേ ആ വെബ്സൈറ്റിൻ്റെ കാര്യം എന്തായി? അയ്യോ സാർ, അതിൻ്റെ ഒരു ഫുൾ ബ്രീഫ് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല? ഇല്ല സാർ. ഓ, ദെൻ യു ടോക്ക് ടു ഐറീന. ഷീ ഹാൻഡിൽസ് ദ ക്ലയൻസ്. പുള്ളിക്കാരി എല്ലാ ഡീറ്റെയിൽസും തരും, ഞാൻ അവളോട് പറയാം. ഓക്കെ സാർ. പിന്നെ യു സ്റ്റാർട്ട് ദ ഹോർഡിങ്സ്. ആ ഒരു ഐഡിയ ബേസ് ചെയ്ത് നമുക്ക് ഫുൾ ക്യാമ്പയിൻ ഓണാക്കാം. ഓക്കെ? ഓക്കെ സാർ. എന്നാൽ വർക്ക് നടക്കട്ടെ. യു ക്യാരി ഓൺ. ബൈ. ഹായ് ശ്രീജിത്ത്. ഹായ്. അയ്യോ എന്ത് പറ്റി? ഓക്കെ അല്ലേ? ഒന്നുമില്ല. ഓക്കെ. സാർ കാണാൻ പറഞ്ഞിരുന്നു. ഹായ്, ഞാനായിരുന്ന. അയ്യോ സോറി, ശ്രീജിത്ത്. ആ അറിയാം. ആക്ച്വലി ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു. അത് ഒരു വെബ്സൈറ്റ് കോഡിൻ്റെ കാര്യം ചോദിക്കാനായിരുന്നു. എനിക്ക് ആക്ച്വലി അതിൻ്റെ കുറച്ച് എക്സ്ട്രാ ഡേറ്റാസ് വേണം. യാ ഷോ. മീൻ വേണോ? ആണുങ്ങളെ ഹൃദയത്തിൽ കയറാനേ വയറ്റിലെത്തണം എന്നാ പറയാറ്. അവള് പറഞ്ഞ കറക്റ്റാ. അല്ല, ഐറീനയ്ക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടാവില്ലെന്ന്. ഏയ്, ഇഷ്ടപ്പെട്ട് തരുന്നതിന് എന്ത് ബുദ്ധിമുട്ട്? എന്നാ പിന്നെ ഒരെണ്ണം എടുക്കാം. താങ്ക് യു. ഒരു പകലിൻ ഇടവഴിയിൽ മിഴിയിടറി മറയുമെവിടെയോ നീ സന്ധ്യേ. ഒരു കനവിൻ കനകമിത മലമുടിയിൽ വിതുരമുരുകിയോ തൂമഞ്ഞ. താനേ പാടി വാനം പാടി വെറുതെ പിടയുമെൻ ഹൃദയശ. താങ്ക് യു ഡാ. ഇതേതാ സ്ഥലം? നമ്മുടെ ഓഫീസിൻ്റെ അടുത്തുള്ള ചായക്കട തന്നെ. കടയെന്നല്ലേ വേണം? അല്ല വേണ്ട, ഡയറ്റാ. കൊച്ചിയിൽ എത്ര നാളായി? 4 മാസം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണോ ഈ സ്റ്റേയും കാര്യങ്ങളൊക്കെ? എനിക്കിവിടെ വലിയ പരിചയമില്ല. ഒരു പകലിൻ ഇടവഴിയിൽ മിഴിയിടറി മറയുമെവിടെയോ നീ സന്ധ്യേ. ഒരു കനവിൻ കനകമിത മലമുടിയിൽ വിതുരമുരുകിയോ തൂമഞ്ഞായി. നാളെ എന്താ പരിപാടി? നാളെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്നാ എൻ്റെ വീട്ടിൽ വാ. എന്താ? നാളെ എൻ്റെ ബർത്ത്ഡേയാ. ഓ നൈസ്. ഓക്കെ. ആക്ച്വലി വളരെ കുറച്ച് ആൾക്കാരെ വിളിക്കുന്നുള്ളൂ, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ്. പിന്നെ എനിക്കിവിടെ അധികം ആൾക്കാരായിട്ട് അടുപ്പില്ല. എന്തായാലും നന്നായി. ആൽവിനെ ശരത്തിനെ വിളിക്കാത്ത നന്നായി. അടുപ്പിക്കാൻ കൊള്ളത്തില്ലെന്നേ. ആണല്ലേ? പിന്നെ അല്ലാതെ വിളിക്കാത്ത എന്തായാലും നന്നായി. ഓക്കെ, എന്തായാലും 7 മണിക്ക് കാണാം. ഓക്കെ.
ശരി ബൈ. ബൈ. സമയായില്ലേ? ഞാൻ റീനുവിനെ വിളിച്ചിട്ട് വരട്ടെ. റീന ആടാ വാ. ആ ഇരുന്നേ. യെസ്. ഇത്ര പെട്ടെന്ന് റെഡിയായോ? ആ റെഡിയായി. ശരിക്കും? ഹായ്. എടാ കേക്ക് കട്ട് ചെയ്യാനുള്ളതല്ലേ, നീ പോയി ആ ഡ്രസ്സ് മാറിയിട്ട് വാ. എടി ഇത് മതിടി. പോരെ മാറിയിട്ട് വാ. വാ മാറിയിട്ട് വരാം. അങ്കിത ഒരു ഡൗട്ട് നോക്കിട്ടെ, ഇതാണോ സ്പെല്ലിംഗ്? അതെ, സ്കൂളിൽ ഞങ്ങളുടെ ഗ്യാങ് നെയിമേ അര എന്നായിരുന്നു. ARA. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ? ഓ അതോ, ഐ റീന, ഞാൻ റീന, അങ്ങനെ ആക്കാൻ വേണ്ടി ഇട്ടതാ. കാർമുകിൽ വാനമായി നോവിൻ നിഴൽ വീഴുമുള്ളം രാവഴൽ മൂടിയോ ആഴങ്ങളിൽ മായാതെ ദൂരെ തിരിനീട്ടും താരം കോണിൽ മറയുന്നുവോ ചുരുൾ നീർത്തിടുന്നുവോ സ്മൃതികളെ. ഏയ് വേണ്ട, താങ്കൾ ശ്രീജിത്ത്, ആ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. താൻ പറഞ്ഞു. ഞാൻ ഇതുവരെ ആരോടും ഓപ്പണായിട്ട് പറഞ്ഞിട്ടില്ല. ആ ഐ ഹോപ്പ് യു ഡോണ്ട് ജഡ്ജ് മീ. ഹേയ്, ഞാൻ ജഡ്ജ് ചെയ്യാനോ? താൻ പറഞ്ഞോ. ഓക്കെ, ഹൗ ഡു ഐ സ്റ്റാർട്ട്? കോളേജിൽ എനിക്കൊരു അഫെയർ ഉണ്ടായിരുന്നു. ആ അപ്പം പുള്ളി ഞാനും ലൈക്ക് വി വർ റിയലി ക്ലോസ്. ക്ലോസ് മീൻസ് ഇൻ എവറി പോസിബിൾ വേസ്. ഓ വെർജിനിറ്റി. അപ്പോ ഏയ് അതിനിപ്പോ എന്താ, നമ്മളൊക്കെ മനുഷ്യരല്ലേ, ഇറ്റ് ഹാപ്പൻസ്, കുഴപ്പമില്ല. അങ്ങനെയല്ല, അത് എനിക്കിഷ്ടമല്ലായിരുന്നു. ഒരു കൈൻഡ് ഓഫ് അവേർഷനോ അങ്ങനെ എന്തൊക്കെയോ. എന്നുവെച്ചാ അത് ശ്രീജിത്ത്, യു നോ വാട്ട്, ഐ ലവ് വിമൻ. ആടോ, ഞാൻ ഹോമോസെക്ഷലാ. എന്തൊരു ആശ്വാസം. സംഭവം ഇത് പറഞ്ഞപ്പോൾ എന്തൊരു ആശ്വാസമുണ്ട്. എന്താ പറയാ, എനിക്ക് റീയില്ലേ, പുള്ളിക്കാരത്തിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് അവളും എന്നെ പോലെ തന്നെയാണ്. പക്ഷേങ്കിൽ ഞാനൊന്നും ഓപ്പണായിട്ട് പറഞ്ഞിട്ടില്ല. എന്തൊരു കച്ചില്ല. എനിക്ക് ഭയങ്കര പറഞ്ഞപ്പോൾ എന്തൊരു ആശ്വാസം. ഞാനും അങ്ങനെ എന്തായാലും ഇപ്പോൾ ഇറങ്ങിത്തരാം. താൻ എന്തായാലും നിങ്ങളിപ്പോൾ ഒറ്റയ്ക്കാണല്ലോ, താൻ പറഞ്ഞോ. ആ കുടിക്ക് എന്തായാലും തന്നെ ഇഷ്ടാവും. ആർക്കാ ഇഷ്ടാവാത്തെ? Is it so? Yeah, I think so. Thank you, Srijit. I'm sure any heterogeneous girl would be lucky to have you. And thank you for not judging me. Thank you. Shit, carry on. അളിയനിത് പൊളിക്കോ? വിളിക്കടാ. ആരെ? നിന്റെ ആത്മാവിനെ വിളിക്കടാ. എന്തോന്ന്? ഐ ഫോർ ഐറീന അല്ലടാ. എന്നോട് ചോദിക്കും ഏത് സ്കൂളിലാണ് ഇംഗ്ലീഷ് പഠിച്ചതെന്ന്. എന്താടാ കാര്യം? അവൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്. ആ അതെങ്ങാനും പൊട്ടി പണ്ടാറടങ്ങിയിട്ട് എനിക്കങ്ങനെ ഒരു ചാൻസ് ഉണ്ടോ നോക്കുമ്പോൾ അവൾക്കുള്ളത് ബോയ് ഫ്രണ്ട് അല്ല, ഗേൾ ഫ്രണ്ട് എങ്ങാണ്ട.
പോരാതെ അവളെ പേര് ഐറീന എന്നല്ല, റീന. അങ്ങനെ അങ്ങനെ കണ്ട ആത്മാവിന്റെ ഒരു കോപ്പ്. എടാ നീ ഒന്ന് അടങ്ങ്, നീ സമാധാനപ്പെട്ടേ. എടാ ആത്മാവ് പറഞ്ഞെന്താ, അതിൽ തുടങ്ങുന്ന ഒരു പെണ്ണെന്നല്ലേ, അതിവളെ ആവണമെന്നില്ലല്ലോ. അതെ, ആദ്യം നീ കറക്റ്റ് അയ്യനെ കണ്ടുപിടിക്കണം. ID കാർഡിലെ പേര് വായിക്കാൻ പറ്റാതെ ആത്മാവെന്ത് കഴിച്ച്. അതുമല്ല, നിനക്ക് ഇതിലൊന്നും വിശ്വാസമില്ലെന്ന് പറഞ്ഞല്ലേ, പിന്നെ നീ കിടന്ന് ഈ തിളക്കാൻ എന്തിനാണ്? പോയടാ. ഇന്ദുല്ലേ? എടി നീ എന്താ ഇവിടെ? എടി ഇന്നലെ ഞാൻ എത്തിയായിരുന്നു. അപ്പൊ നാളെ ഞാൻ തിരിച്ചു പോവാ. നിങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. വായോ. പിന്നെ ഇത് ശ്രീജിത്ത്. ആ എനിക്കറിയാം, ദ നൊക്ടർണൽ ഹ്യൂമൻ അല്ലേ? അയ്യോ, അതെങ്ങനെ അറിയാം? ഈ മൂവി സിനിമയിലൊക്കെ ലൈക്ക് ചെയ്യുന്ന ദ മിസ്റ്റിക് ലേഡി ഇല്ലേ, അത് ഞാനാ. ഓ, അപ്പൊ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നല്ലേ? നിങ്ങൾ എന്തായാലും ഇരിക്കും, ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. നിന്റെ കളി മനു, നിന്റെ ഡാഡാണേ? എന്റെ ആണോ? ശ്രീകുട്ടൻ ഏത് കളറാ വേണ്ട കുട്ടാ? റെഡ്. എന്നാ പിടിച്ചോ. മിർസ എന്നല്ലേ പേര്? അതെ. അപ്പോ ഈ ഈമാൻ? ഈമാനും അല്ല, ഈമാൻ. ഈമാൻ മിർസ എന്നാ എന്റെ പേര്. ഈമാൻ, അതായത് ഈ IMAN അത്? അതെ. ഓക്കെ, ഇപ്പൊ മനസ്സിലായി. എന്ത്? ഇല്ല, ഫോളോ ചെയ്യുന്ന അക്കൗണ്ട് ഏതാന്ന് മനസ്സിലായ. എന്നുമെന്റെ നിനവാകാം, നിന്റെ പാതിമാനമാകാം, നീയമുറവ തേടും നദിയായി. ആരു നീ നിലാവ് പോലെ ദിനമേ, ആരു നീ പ്രപഞ്ചമായ നഗമേ, ആരു നീ അനന്തമായ നരികെ, ആരു നീ അനേകമായ നുലകെ. ഗൈസ് വരൂ, ഒരു സെൽഫി എടുക്കാം. ഇമാൻ കറങ്ങി വന്ന് എൻ്റെ അടുത്തുനിന്ന്. ഇതാരടാ? ഇമാൻ ഒരു മിനിറ്റ് പിടിക്കടത്. ഹായ്. How are you? ഗൈസ്, ഇതാണ് അക്ബർ, എന്റെ ഫിയാൻസി. ആക്ച്വലി നെക്സ്റ്റ് മന്ത് നമ്മൾ മാരീഡ് ആവാൻ പോവാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ശ്രീജിത്ത്, മീറ്റ് മൈ ഫിയാൻസി. എടോ, താനിത് എവിടെയായിരുന്നു? സർ, ഫോണ് ഓഫായിട്ട് സ്വിച്ച് ഓഫായിട്ട് അല്ലാറൊന്നും കേട്ടില്ല സർ. അത് വിട്. വേർ ഇസ് ദ പിച്ച്? പിച്ച്
എടോ ആ അക്കാഡമിയുടെ പിച്ച് എവിടെ? ഒരു മിനിറ്റ് സാർ. ഓ റെഡി അല്ല അല്ലേ? എടോ ക്ലൈൻറ്റ് 11 മണിക്ക് വരും. ഞാൻ ഇനി അവരോട് എന്താ പറയണ്ടേ? സാർ ഐഡിയ ഉണ്ട് സാർ. ടെക്ക് ഞാൻ ഒരു 2 മണിക്കൂർ റെഡിയാക്കി തരാം സാർ. പറ, ഐഡിയ പറ. ഊഹാപോഹങ്ങൾക്ക് വിട, കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. ആ ഇൻട്രസ്റ്റിംഗ്. അത് കൊള്ളാലോ. അപ്പോൾ എല്ലാ ഉത്തരങ്ങളും നമ്മളുടെ കയ്യിൽ ഉണ്ടെന്നുള്ളൊരു മീനിങ് അല്ലേ? എക്സാക്ട്ലി. നൈസ്. ക്ലൈൻറ്റിനോട് ഞാനിത് പറയാം. ഡൺ സാർ. ഒരു പണി, താനൊരു ടെക്ക് ഉണ്ടാക്ക്. ഓക്കെ. നമ്മുടെ ആൽവിനെ വിളിച്ചോ. ഓക്കെ. ഒരു 2 hours അതിനുള്ളിൽ എനിക്ക് സാധനം കിട്ടണം. ഡൺ ഡൺ ഡൺ. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. എന്താടാ അവിടെ? ഓക്കെ എല്ലാം ഓക്കെ. ഓക്കെ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? പറ. നമുക്ക് ഈ ഓജോ ബോർഡ് ഒന്നുകൂടെ കളിച്ചാലോ? നമ്മളെന്തിനാ വെറുതെ കിടന്ന് കൺഫ്യൂഷൻ അടിക്കുന്നത്? ഈ ഐ വെച്ചുള്ള കുട്ടി ആരാണെന്ന് ഡയറക്റ്റ് ചോദിച്ചാൽ പോരെ? അയിന് കുട്ടി. നീ പറ കുട്ടിയേ. എന്താ പറയുന്നു? വന്നു 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 വന്നു. ദിവ്യ തന്നല്ലെന്ന് ചോദിക്കും. ഈ ഐ വെച്ചുള്ള പേര് അതാരാ? ഐ എൽ ഓ വി ഇ വൈ ഓ യു. ഐ ലവ് യു.